കോട്ടയത്ത് തിരുവഞ്ചൂർ. മാത്രമല്ല പാർട്ടിയുടെ മുമ്പിൽ ഒരു കാര്യം എത്തി. അത് നേരത്തെ തന്നെ പാർട്ടിയിലെ തലത്തിൽ തന്നെ നല്ലൊരു നടപടിയെടുത്തു. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറി. അതോടൊപ്പം തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഈ സീക്വൻസ് എല്ലാം ഇതുമായി ബന്ധപ്പെട്ടാണ്. അവസാനമായിട്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അതുപോലെ മാതൃകാപരമായ ഒരു നടപടി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു രാഹുലിനെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട്. മോറൽ തെറ്റിറ്റ്യൂഡിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. അതിന് ഒരു മാതൃകയോട് കൂടി മറ്റൊരു പാർട്ടിക്ക് ഇതൊരു മാതൃകയാകണം, മറ്റ് ജനങ്ങൾക്കും എല്ലാവർക്കും ഇതൊരു മാതൃകയാണ് എന്ന് തോന്നുകയും ചെയ്യണം. ആ രൂപത്തിൽ പാർട്ടി ഉയർന്നു പ്രവർത്തിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. നിലവിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലടക്കം പലതരത്തിൽ രാഷ്ട്രീയ എതിരാളികൾക്ക് ഇത് പ്രചരണ വിഷയമായിരുന്നു. നിലവിൽ പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ രാഹുൽ പാലക്കാടൊക്കെ പ്രചരണമായി ഇറങ്ങുകയും ചെയ്തു. ഈ തെരഞ്ഞെടുപ്പ് ഏതെങ്കിലും തരത്തിലേക്ക് പാർട്ടിക്ക് ദോഷം ചെയ്യുക, ഇപ്പോൾ എടുത്ത നടപടി കുറച്ചുകൂടി പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കുന്നതാണോ? പാർട്ടിയിൽ നിന്ന് നടപടിയെടുത്തതോടുകൂടി പാർട്ടിയുടെ ഇമേജ് വർദ്ധിക്കുകയല്ലേ ഉള്ളൂ. കാരണം ഈ ഞങ്ങൾക്കെതിരായിട്ട് പറഞ്ഞുകൊണ്ട് നടന്ന ആളുകൾക്ക് പോലും വേറെ ഒന്നും ഇനി പറയാനില്ലല്ലോ. ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ ഇതിൻ്റെ പ്രചരണം വന്ന് രാഹുലിനെ വിടുകയും കോൺഗ്രസിനെ പിടിക്കുകയും ചെയ്യുന്ന നിലയിലേക്കാണ് പോയത്. യഥാർത്ഥത്തിൽ എന്താ കാര്യം എന്നുള്ളത് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതേസമയം നമ്മുടെ പാർട്ടിയിലെ ശത്രുക്കൾ അവരവരുടെ ലക്ഷ്യത്തിന് വേണ്ടി അത് വിനിയോഗിക്കുകയാണ് ഉണ്ടായത്. ഞാനവരെ കുറ്റപ്പെടുത്തുകയില്ല. പക്ഷേ ഇതുപോലൊരു സിറ്റുവേഷൻ വന്നാൽ കേരളത്തിലൊരു രാഷ്ട്രീയ പാർട്ടി എന്ത് നടപടിയെടുക്കും, അല്ലെങ്കിൽ എടുത്തിട്ടുണ്ട് എന്നൊരു ഉപചോദ്യം കൂടി ഇതിൻ്റെ കൂടെ നിൽക്കുകയാണ്. മറ്റാരെടുത്തിട്ടുള്ളതിനേക്കാൾ കൂടുതൽ ധൈര്യപൂർവമായി, അതോടൊപ്പം തന്നെ സത്യസന്ധമായി ഒരു പ്രോംപ്റ്റായിട്ടുള്ള ഒരു നടപടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുത്തത്. പാർട്ടി നേതൃത്വം ആ കാര്യത്തിൽ മാതൃകയോടുകൂടി പെരുമാറി എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. 8 ദിവസമായിട്ട് രാവിലെ ഒടുവിലാണ് അന്വേഷണ ഘട്ടത്തിൽ അന്വേഷണ ദിവസം പലപ്പോഴും പിടിക്കാത്തതാണോ ഒരു തെരഞ്ഞെടുപ്പ് ആയുധമാക്കിയിരിക്കുന്നതാണോ എന്താണ് സാർ? പിന്നെ അഭിനന്ദനത്തിലൂടെയാണോ സാർ? അല്ല, പിടിക്കാതിരുന്നതിൻ്റെ കുറ്റം കോൺഗ്രസിനാണെന്ന് പറയാൻ പറ്റുമോ? പിടിക്കാതിരുന്നതിന്റെ കുറ്റം പിടിക്കാൻ നിയോഗിക്കപ്പെട്ട ആളുകളുടെ ജോലി. കോൺഗ്രസിന്റെ നേതാക്കൾക്ക് തലയുയർത്തി പറയാൻ കഴിയുന്ന ഒരു നയനിലപാട് ആ പാർട്ടി സ്വീകരിച്ചിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. ഇപ്പോൾ മറ്റേത് പാർട്ടി ഇത്തരം ഒരു കർക്കശമായ സമീപനം, കണിശമായ സമീപനം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ചോദിക്കാൻ ആ പാർട്ടിക്ക് ഇപ്പോൾ കഴിയുന്നു.